ഇത്രയും എൻട്രി ലെവലിൽ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞു, ഇൻ്റർമീഡിയറ്റ് കോഴ്സ് കഴിഞ്ഞ്, അത് ഇൻഫർമേഷൻ കഴിഞ്ഞു, ഇത് ഇത്രയൊക്കെ ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഒരു കുട്ടിയെന്ന് വെച്ച് നോക്കുക, നല്ല ഇൻകം, നല്ല സാലറി കിട്ടുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടി പഠിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രതീക്ഷിക്കുന്ന സാലറി ഇതിൽ നിന്ന് കിട്ടുമോ? ആദ്യം ഞാൻ പറയാം, ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാൻ എന്തൊക്കെ കഴിയണം എന്നുള്ളത്. ശരിക്കും ഞാൻ അതിന് ശരിയായ രീതിയിൽ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ 13 പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്പിലൂടെ എന്ത് ചെയ്യണം ഇയാൾ കടന്നു എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി അയാൾ SSLC കഴിയുന്നു, SSLC എക്സാം കഴിഞ്ഞ ഉടനെ ഈ കോഴ്സിന് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് +2 എക്സാം അപ്പിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് CPT കോമൺ പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, എൻട്രി ലെവൽ ടെസ്റ്റ് ഇയാൾക്ക് എഴുതാൻ പറ്റും. അതിന് +2 എക്സാം അപ്പിയർ ചെയ്യണം. പാസ്സായോ അല്ലേ എന്നുള്ള സെക്കൻഡ് ക്രൈറ്റീരിയ ആണ്. +2 എക്സാമും അതുപോലെ തന്നെ CPT എക്സാമും ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്റ്റ് ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസും എന്ത് ചെയ്തു, ഇന്റർമീഡിയറ്റ് കോഴ്സിലേക്ക് എന്ത് ചെയ്തു, ജോയിൻ ചെയ്യുന്നു, സെക്കൻഡ് എൻട്രി ലെവൽ എന്ന് പറയുന്നത്. ഇനി ഈ ഇന്റർമീഡിയറ്റ് കോഴ്സ് ഇയാൾ പഠിക്കുന്നു, ഇത് ഒരു 8 മാസത്തെ പീരീഡ്, നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമിന് മുമ്പ് 8 മാസത്തെ പീരീഡിൽ ഇയാൾ എന്ത് ചെയ്യും, ഇതിന് പഠിക്കും. ഇത് സെൽഫായിട്ടാണ് ആക്ച്വലി പഠിക്കുന്നത്. പക്ഷേ ഇയാൾക്ക് എന്ത് ചെയ്യും, കോച്ചിങ്ങിന് പോവാം, എവിടെയെങ്കിലും ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അയാൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. ഇതിന്റെ കൂടെ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ITT എന്ന് പറയും, ഇൻഫർമേഷൻ ടെക്നോളജി ട്രെയിനിങ് 100 hours മാൻഡേറ്ററി ആയിട്ട് ഇയാൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇയാൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഓറിയന്റേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് 35 hours ഓറിയന്റേഷൻ പ്രോഗ്രാം. ഇത് കഴിഞ്ഞാൽ, ഇത് രണ്ടും കഴിഞ്ഞാൽ, ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് രണ്ടും ഞാൻ മാറ്റിവെക്കാം. എന്നാൽ 8 മാസം കഴിഞ്ഞാൽ ഇയാൾ എന്ത് ചെയ്യുന്നു, എക്സാം അപ്പിയർ ചെയ്യുന്നു. എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, അത് എക്സാമിൽ ഈ ഇന്റർമീഡിയറ്റ് കോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ സബ്ജക്റ്റിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ത് ചെയ്തു, 2 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഇയാൾ 2 ഗ്രൂപ്പും അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരിക്കണം. സെക്കൻഡ് ഗ്രൂപ്പ് അവിടെ മാറ്റി നിർത്തുന്നു. ഫസ്റ്റ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ബോത്ത് ഗ്രൂപ്പ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ട്രെയിനിങ് തുടങ്ങും. പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉണ്ട്. ഈ പ്രാക്ടിക്കൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിൽ ഇയാൾ എന്ത് ചെയ്യുന്നു, ഇതിനെന്താണ് പ്രാക്ടിക്കലായിട്ട് നടക്കുന്നത് അത് അയാൾ എന്ത് ചെയ്യുന്നു, പഠിക്കണം. അത് 3 വർഷം അയാൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. ഇനി ഈ 3 വർഷത്തിന്റെ ട്രെയിനിങ്ങിന്റെ ഇടയിൽ ഇയാൾ GMCS എന്ന് പറയും, ജനറൽ മാനേജ്മെന്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടല്ലോ, ഇത് 2 സ്റ്റേജിലായിട്ട് ഇയാൾ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ആദ്യത്തെ ഒരു ട്രെയിനിങ്ങിന്റെ ആദ്യത്തെ ഫസ്റ്റ് ഇയറിലായിരിക്കണം ഇയാൾ ഒന്നാമതായിട്ട് അറ്റൻഡ് ചെയ്യേണ്ട GMCS 1 എന്ന് പറയുന്നത്. സെക്കൻഡ് 19 to 36 months ഈ പീരീഡിലുള്ള ഇയാൾക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് GMCS എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ട്രെയിനിങ്ങിന്റെ ലാസ്റ്റ് 6 months, ഈ ലാസ്റ്റ് 6 months ഇയാൾ എന്ത് ചെയ്യുന്നു, ഫൈനൽ എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റും. ഇയാൾ ഫൈനൽ എക്സാം ക്വാളിഫൈ ചെയ്തു. ഇനി ഇയാൾ എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞ GMCSും കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റും സെക്കൻഡും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറോൾ ചെയ്യാം, മെമ്പറായിട്ട് എൻറോൾ ചെയ്യാം. ഇങ്ങനെ ഇയാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ട് വരികയാണെങ്കിൽ പിന്നെ വരുമാനത്തെക്കുറിച്ചാണ് മാഡം ചോദിച്ചത്. വരുമാനം നമുക്ക് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റും. ഇയാളുടെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇയാൾക്ക് ലാക്സിന്റെ സാലറി എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഈ ക്വാളിറ്റി നമ്മൾ വിലയിരുത്തുന്നത്? ക്വാളിറ്റി അവർ നേരത്തെ കോർപ്പറേറ്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച്. ഇത് സാലറി കൊടുക്കുന്നത് കോർപ്പറേറ്റ് ആണ്. സാലറി കൊടുക്കുന്നത് കോർപ്പറേറ്റ് ആണെങ്കിൽ കോർപ്പറേറ്റ് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇയാൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഇയാൾക്ക് എത്രയും കൊടുക്കും. അത് ക്വാളിറ്റി നമ്മളിപ്പം നോക്കുന്നത് എങ്ങനെയാണ്? നേരത്തെ സാർ പറഞ്ഞല്ലോ 3 വർഷം ഒരാളുടെ കീഴിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഈ ഇദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് അങ്ങനെ വല്ലോ അല്ല, ഇതിൽ ഒരു ഇന്റർവ്യൂ നടത്തും. നോർമൽ കേസിൽ ഒരു കോർപ്പറേറ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇന്റർവ്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. ഇതിലുള്ള ഇയാളുടെ ക്വാളിറ്റി അവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും, സബ്ജക്ട് നോളജും ചെക്ക് ചെയ്യും. ഇതിൽ ഇവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇയാൾ മാറും എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എത്രയും പാക്കേജ് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷെ എനിക്ക് ഇതിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, രക്ഷിതാക്കൾ കമ്പൽ ചെയ്തതുകൊണ്ട് ഒരാൾ നല്ലൊരു CA ആവണമെന്നില്ല. ഒരു വ്യക്തി തന്നെ സ്വന്തമായിട്ട് പ്രയത്നിച്ചിട്ട് അല്ലേ? കാരണം ഇതിൽ ഒരുപാട് സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി കോഴ്സും അത് അത്രയും അവേഴ്സ് ക്ലാസ്സിലിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള കോഴ്സിൻ്റെ മാതിരി പെട്ടെന്ന് കൂടെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം അല്ല CA എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു വ്യക്തി, അതായത് ഇയാൾ മാനേജ് ചെയ്യാൻ പോകുന്ന ഒരു കോർപ്പറേറ്റിനാണ്. ഈ കോർപ്പറേറ്റ് മാനേജ് ചെയ്യുന്ന ഒരാൾക്ക് കോർപ്പറേറ്റിന് ലാഭം വേണമെന്നുണ്ടെങ്കിൽ അയാൾ എന്തായിരിക്കണം, ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ഡിസിപ്ലിൻ സ്വാഭാവികമായിട്ടും ഇതിലൂടെ വരും. ഇയാൾ കൃത്യമായിട്ട് പഠിക്കുന്നു, അതിൽ ഭയങ്കര ഹാർഡ് വർക്ക്. ഇപ്പോൾ ചില ആളുകൾ ഉപയോഗിക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് പറയും. ഞാനത് ആ വാക്യം തെറ്റാണ്. കരിയർ സ്ട്രീമിൽ ആ പ്രയോഗം തന്നെ ഇല്ല. സ്മാർട്ട് വർക്ക് ചെയ്യുന്നുള്ള സിസ്റ്റമായിട്ട് കേട്ട് പഠിക്കണം. ഇതിന് എത്ര ഹവേഴ്സ് കൊടുക്കണം, ആ രീതിയിൽ എന്ത് ചെയ്യണം, ഹവേഴ്സ് എന്ത് ചെയ്യണം, കമ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ CPT എടുക്കാം. നമ്മൾ CPT എടുക്കുകയാണെങ്കിൽ ഇതിൽ 4 പേപ്പേഴ്സാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 4 പേപ്പേഴ്സിൽ ഒന്ന് അക്കൗണ്ടിങ്, സെക്കൻഡ് ലോ,
തേർഡ് എക്കണോമിക്സ്, ഫോർത്ത് മാത്സ് ആൻഡ് QT എന്ന സ്റ്റാറ്റിക്സ്. ഇതിൽ അക്കൗണ്ടിങ് മാത്രം എടുക്കുകയാണെങ്കിൽ അക്കൗണ്ടിങ് +1 +2 ഡിഗ്രിയുടെയും ഒരു സിലബസ് ഇയാൾ എന്ത് ചെയ്യുന്നു 6 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 മാസത്തിനുള്ളിൽ മൊത്തത്തിൽ പഠിക്കണം. 2 അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് പഠിക്കുന്ന ഒരു സാധനം 6 മാസം കൊണ്ട് പഠിച്ച് തീർക്കണം എന്നുണ്ടെങ്കിൽ ഇയാളിൽ ഉണ്ടാവേണ്ട ഡിസിപ്ലിൻ ഉണ്ട്. അത്രയേ ഉള്ളൂ അതിലുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവരെന്താ കരുതുന്നത് അത് ടഫാണ് എന്നുള്ളത്. ഒരിക്കലും സബ്ജക്റ്റ് വൈസ് അല്ലെങ്കിൽ കണ്ടന്റ് വൈസ് ടഫല്ല. വോളിയത്ത് ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്ന് അത് സാധിക്കാതിരിക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു ടഫായിട്ട് പറയുന്നു. ഏതൊരു സാധനം ടഫാവുന്ന എപ്പോഴാണ്? എനിക്കറിയാത്തൊരു സാധനം എനിക്ക് ടഫായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇപ്പോൾ സൊസൈറ്റി അഭിപ്രായം പറയുന്ന ടഫ് എന്ന് പറയുന്നുണ്ടെങ്കിൽ സൊസൈറ്റിയുടെ പ്രശ്നമാണ്.